ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബീറ്റ്റൂട്ട് പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ അച്ചാർ വളരെ ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയണമെങ്കിൽ ഞാൻ വേണ്ടി പറഞ്ഞുതരാം. എണ്ണ ചൂടായ ശേഷം കടുക്, ഉലുവ, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കഴുകി വൃത്തിയാക്കിയ ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീറ്റ്റൂട്ട് അരിയുമ്പോൾ കഴുകിയിട്ട് അരിയാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബീറ്റ്റൂട്ട് നന്നായിട്ടുണ്ട് വെന്തുടയേണ്ട, ജസ്റ്റ് കഴിക്കുന്ന രൂപത്തിൽ വേണം ബീറ്റ്റൂട്ട് പാകപ്പെടുത്തിയെടുക്കാൻ കേട്ടോ. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. ഒരു 7 ഡേറ്റ്സ്, കൈക്കണക്കാണല്ല, 7 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത്, ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തു. ഒരല്പം വെള്ളം ചേർത്തു, അപ്പോൾ കുറച്ചുകൂടി വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് കായ്പ്പൊടിയാണ്. കായ്പ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ചൊറുക്കയാണ്. ചൊറുക്ക ഒരു 1/4 കപ്പ് മതിയാവും, അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീറ്റ്റൂട്ട് പിക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. കുറേ ചോറുണ്ട് പോകും കേട്ടോ.